നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളെ നടുക്കിക്കൊണ്ട് ഇതാ ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നു. സൗദി അറേബ്യയിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചതായുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് പുതിയ വകഭേദമായ ഒമിക്രോൺ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഒരു വടക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് നിന്നെത്തിയ യാത്രികനാണ് വകഭേദം സ്ഥിരീകരിച്ചതെന്ന് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. യാത്രികനെയും ഇയാളുമായി സമ്പർക്കം പുലർത്തിയവരെയും ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മലാവി, സാംബിയ, മഡഗാസ്കർ, അങ്കോള, സീഷെൽസ്, മൗറീഷ്യസ്, കൊമറോസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ സൗദി അറേബ്യ റദ്ദാക്കിയിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ ക്വാറന്റീനും സൗദി കർശനമാക്കിയിട്ടുണ്ട്. അതേസമയം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെ പ്രതിരോധിക്കാൻ ലോകരാഷ്ട്രങ്ങൾ കടുത്ത തയ്യാറെടുപ്പുകളാണ് ഇതിനോടകം തന്നെ നടത്തിവരുന്നത്. നിരവധി രാജ്യങ്ങളിൽ ഒമിക്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് സൗദി അറേബ്യയിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതിന് പിന്നാലെ കടുത്ത ആശങ്കയിലാണ് ഗൾഫ് മേഖലയും പ്രവാസികളും. പ്രത്യേകിച്ച് നാട്ടിൽ വരാനിരുന്ന പ്രവാസികൾ കുടുങ്ങിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് സൗദി അറേബ്യ യാത്രാ വിലക്കുകൾ നീക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് നേരിട്ടെത്താൻ അനുമതി നൽകിയത്. ഡിസംബർ മുതൽ, അതായത് ഇന്ന് രാത്രി 12 മണി മുതൽ ഇന്ത്യയിൽ നിന്ന് ഏവർക്കും നേരിട്ടെത്താമെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഞെട്ടലുളവാക്കുന്ന മറ്റൊരു വാർത്ത കൂടി സൗദിയിൽ നിന്ന് പുറത്തുവരുന്നത്. ഒമിക്രോണിന് വളരെ ഉയർന്ന വ്യാപനശേഷിയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു കഴിഞ്ഞു. ഇതുവരെ മരണമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 16 രാജ്യങ്ങളിലായിരുന്നു കേസ് ആദ്യം സ്ഥിരീകരിച്ചത്. ഇത് 185 കഴിഞ്ഞിരിക്കുന്നു. 110 രോഗികളുള്ള ദക്ഷിണാഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. പോർച്ചുഗലിൽ ഫുട്ബോൾ ക്ലബിലെ 13 പേർക്കും നേരത്തെ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സ്കോട്ട്ലാൻഡിലാകട്ടെ വിദേശയാത്ര നടത്തിയിട്ടില്ലാത്ത 6 പേർക്കും ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നു. ഇസ്രായേലിന് പിന്നാലെ ജപ്പാനും മൊറോക്കോയും വിദേശികളെ വിലക്കി അതിർത്തി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയ വിമാന വിലക്ക് ഡിസംബർ 15 വരെ നീട്ടിയിരിക്കുകയാണ്. ഇന്തോനേഷ്യ, ഹോങ്കോങ്ങിൽ നിന്നുള്ള യാത്രക്കാരെയും വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ സൗദിയിലും സ്ഥിരീകരിച്ചതിന് പിന്നാലെ കടുത്ത ആശങ്കയിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഇനി വരും മണിക്കൂറുകൾ നിർണായകമായ നിയന്ത്രണങ്ങളും വാർത്തകളും സൗദി അറേബ്യ പുറത്തുവിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യയും ഒമിക്രോൺ ഭീഷണിയിലാണ്. മുൻ വകഭേദങ്ങളെക്കാൾ വേഗത്തിൽ പടരും, വാക്സിൻ എടുത്തവരെയും ബാധിക്കും എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം വാക്സിനേഷൻ കടുത്ത രോഗാവസ്ഥയും മരണസാധ്യതയും ഒഴിവാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒമിക്രോൺ ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും രോഗാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പുതിയ വകഭേദം കൂടുതൽ വ്യാപന ഭീഷണി സൃഷ്ടിക്കുന്നതാണെന്നും മുന്നറിയിപ്പുണ്ട്. അസാധാരണ രീതിയിൽ ജനിതകമാറ്റം സംഭവിച്ച വകഭേദമാണിത്. ചില മേഖലകളിൽ ഇത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുകയും ചെയ്യും. കോവിഡ് വന്നുപോയത് വഴിയും വാക്സിൻ വഴിയും കിട്ടുന്ന സുരക്ഷയെ ഒമിക്രോൺ മറികടക്കുന്നുണ്ട്. വിശദമായ പഠനം ആവശ്യമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ്. മാറ്റങ്ങൾ അധികവും വൈറസിനെ മനുഷ്യകോശത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന സ്പൈക്ക് പ്രോട്ടീനിലാണുള്ളത്. എന്നാൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം കൂടുതൽ അപകടകാരിയാണെന്ന് പറയാനാവില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഡെൽറ്റ വകഭേദവുമായുള്ള താരതമ്യ ചിത്രവും പഠനം നടത്തിയ റോമിലെ ബോംബിനോ ജെസു ആശുപത്രിയും മിലാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ നിരവധി രാഷ്ട്രങ്ങളാണ് വിലക്ക് കൽപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ് ഉൾപ്പെടെ നിരവധി ഗൾഫ് രാഷ്ട്രങ്ങളും 7 രാജ്യങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സൗദിയും 14 രാജ്യങ്ങൾക്കാണ് വിലക്ക് കൽപ്പിച്ചത്. എന്നാൽ ഇത് സൗദിയിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വാർത്തകൾ ലഭ്യമാകുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.